ഒന്നും പോരെ കണ്ണേട്ടോ കേക്ക് കൊടുക്കാം കേക്കോ സുകുമാരൻ എന്റെ മോൻ പട്ടാളക്കാരൻ സുകുമാരൻ. അത് തിളച്ച ചായ. ലീവ് കിട്ടി ഉടനെ പുറപ്പെട്ടു. ഒരു കത്തെങ്കിലും എഴുതാമായിരുന്നില്ലേ? യുദ്ധഭൂമിയിൽ നിന്ന് ഒരു പട്ടാളക്കാരന് കത്തെഴുതാൻ പറ്റിയെന്ന് വരില്ല. വേണ്ട, ഞാൻ എടുക്കാം. അച്ഛാ ചലോ. അരേ ബായ് അലിയാർമാൻ, തും കൈസേ ഹോ? സോറി പുട്ട്, അല്ല പേടിപ്പിച്ചു കളഞ്ഞല്ലോ. നാട്ടിൽ വരുമ്പോഴും വേണോ ഈ തോക്കും പട്ടാള വേഷവും? അതിർത്തി നിന്ന് നേരെ ഇങ്ങോട്ട് വണ്ടി കയറിയായിരിക്കും. അല്ല, ഈ റെയിൽവേ പോർട്ടന്മാരുടെ പിടിച്ചുപറി ഒഴിവാക്കാൻ ഇതേ ഉള്ളൊരു മാർഗം. ഈ വേഷവും തോക്കും ഒക്കെ കണ്ടാൽ കൊടുക്കുന്നത് ഭംഗി മിണ്ടാതെ വെച്ചു. അച്ഛാ ക്യാ സമാചാർ ഗാവ് മേ? യേ കോൻ ഹേ? കുഞ്ഞാലിക്കുട്ടി, സ്കൂളിലെ പുതിയ മലയാളം മാഷ. അച്ഛാ സോറി പുട്ട്. അച്ഛാ ഇനിയിപ്പോ കല്യാണം കഴിഞ്ഞിട്ടേ പോന്നുള്ളായിരിക്കും അല്ലേ? യാ കല്യാണം ഉറപ്പിച്ചപ്പോഴേക്കും മനസ്സിന്റെ സന്തോഷം കൊണ്ടായിരിക്കും. സുകുമാരനങ്ങ് തടിച്ചു കൊഴുത്തുരുണ്ട് കറുത്ത കരിമന്തി പോലെയായി. അച്ഛാ എവിടെ എന്റെ പ്രതിശ്രുത വധുവിന്റെ ഫോട്ടോ എടുത്തോണ്ട് വരൂ, കാണട്ടെ. അതിപ്പോ ഇന്ന് കാണാതിരിക്കുന്നു. ഭാർഗിയുടെ മോളെ നീ കണ്ടിട്ടില്ലേ? കണ്ടിട്ടുള്ളത് പണ്ടല്ലേ. ഹവിൽദാർ സുകുമാരൻ നായരുടെ ഭാര്യ ആവാനുള്ള യോഗ്യത അവൾക്ക് ഇപ്പോ ഉണ്ടോ എന്ന് എനിക്കറിയണ്ടേ? ചലോ ചലോ എടുക്കൂ. എന്റെ കാലുവാ. സോറി. എന്നടാ ശരിക്കും നോക്കിക്കോ, കൊച്ചിനെ കണ്ട വെണ്ണല്ലേ ഇപ്പൊ. നല്ല അസ്തല് വണ്ടി. ഹജ്ജാവോ, അന്യന്റെ ഭാര്യയുടെ സൗന്ദര്യം ആസ്വദിക്കാനുള്ള ഈ ആവേശം അത്ര നല്ലതല്ല. ബസ് ബസ് വെച്ചോളൂ വെക്കുള്ളൂ. വെടി വെക്കണം ഇവനെയൊക്കെ. നല്ല സ്വയം. സ്കൂൾ പ്രവർത്തനങ്ങളിൽ മാതൃകാപരമായ പല പരിഷ്കാരങ്ങളും നടപ്പിലാക്കാനുള്ള നിർദ്ദേശം കഴിഞ്ഞ മീറ്റിംഗിൽ തന്നെ മാനേജ്മെന്റ് മുന്നോട്ട് വെച്ചതാണ്. നിർഭാഗ്യവശാൽ നമുക്കതൊന്നും പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞില്ല. നാം അതിൽ ശ്രമിച്ചില്ല എന്നുള്ളതാണ് സത്യം. കാര്യക്ഷമതയില്ലാതെ പ്രവർത്തനരഹിതമായി കിടക്കുന്ന നമ്മുടെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് തന്നെ അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. അലിയാർ മാഷ്ക്ക് ഇതേക്കുറിച്ച് വല്ലതും പറയാനുണ്ടോ? ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തനരഹിതമായത് ഡ്രിൽ മാഷ എന്റെ കുഴപ്പം കൊണ്ടല്ല. എല്ലാ സ്കൂളുകളിലും ആധുനിക രീതിയിലുള്ള ഉപകരണങ്ങൾ വെച്ച് ബാൻഡ് പഠിപ്പിക്കുമ്പോ ഇവിടെ മാത്രം രാവണന്റെ കാലത്തുള്ള ഒരു പെരുമ്പറ മുഴക്കിയാണ് കുട്ടികളെ ബാൻഡ് പരിശീലിപ്പിക്കുന്നത്. ആദ്യം ഇതിനുള്ള മറുപടി മാനേജ്മെന്റ് പറയട്ടെ. അല്ലാതെ എല്ലാ കുറ്റങ്ങളും ഡ്രിൽ മാസ്റ്റർ തലയെ കെട്ടിവെച്ചിട്ട് ഒഴിഞ്ഞു മാറുകയല്ലേ വേണ്ടത്. ഈ ജാതി പരിപാടി രാഷ്ട്രീയത്തിൽ പ്രയോഗിച്ചാൽ മതി കേട്ടോ മുകുന്ദം മാഷേ. അലിയാർ മാഷ് ചൂടാവുള്ള എന്തെങ്കിലും നിർദ്ദേശം ഉണ്ടോ എന്ന് മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ. കുട്ടികൾക്ക് യൂണിഫോം നിർബന്ധമാക്കണമെന്ന് എനിക്കൊരു അഭിപ്രായം. ബഹുവിധ വർണ്ണങ്ങളോടുകൂടിയ കുഞ്ഞു മനസ്സുകൾ ഇവിടെ കോഴിക്കുഞ്ഞുങ്ങളെ പോലെ തട്ടിക്കളിക്കുന്നുണ്ടിട്ട് മാഷിക്ക് സഹിക്കുന്നില്ലല്ലേ? കുഞ്ഞാലിക്കുട്ടി മാഷ് പറഞ്ഞതിനോട് യോജിക്കണമെന്നാണ് എന്റെ അഭിപ്രായം. കലാപരമായ വാസനയുള്ള നിരവധി കുട്ടികൾ നമുക്കുണ്ട്. അവരുടെ കലാവാസനകൾ പരിപോഷിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ നാം നടത്തണം. അതുകൊണ്ട് അതിന്റെ ചുമതല ഞാൻ കുഞ്ഞാലിക്കുട്ടി മാഷയെ ഏൽപ്പിക്കാം. ഇല്ല, ഈ നിർദ്ദേശം ശുദ്ധ അസംബന്ധമാണ്. ഇതിനാരും പിന്താങ്ങുന്നില്ല. നാളെ ഇതുവരെ ഈ സ്കൂളിലുള്ള എല്ലാ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും എന്റെ മേൽനോട്ടത്തിലാണ് നടന്നിട്ടുള്ളത്. ആ ഗതികേട് ഓർത്താണ് ഇത്തവണ ഒരു മാറ്റം വേണമെന്ന് തീരുമാനിച്ചത്. മാഷേ, ഇത് കടുത്ത അനീതിയാണ്. ദീർഘകാലം പ്രവർത്തന പാരമ്പര്യമുള്ള ഒരു കായിക കലാകാരന്റെ കലാഹൃദയത്തോട് കാട്ടുന്ന കൊടും ക്രൂരതയാണിത്. ഈ മീറ്റിംഗ് ഞങ്ങൾ ബോയ്ക്കോട്ട് ചെയ്യുന്നു. ഞങ്ങളെന്ന് വെച്ചാ? ജമീല ടീച്ചറെ വരൂ. ഞാൻ വരുന്നില്ല. യമുന ടീച്ചറെ വരൂ. ഞാനും ഇല്ല. അല്ല വേണ്ട, കരിങ്കാലികളാണ്. എന്താ ഇവിടെ ഒരു ബഹളം? പുതിയ ഭരണപരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയതിന്റെ ആഹ്ലാദ തിമിർപ്പിലാണ്. എന്താണ് നടപ്പിലാക്കിയത്? ഈ സ്കൂളിന്റെ എല്ലാ കാര്യങ്ങളും കുഞ്ഞാലിക്കുട്ടി മാഷെ ഏൽപ്പിക്കാനുള്ള എന്റെ തീരുമാനം അംഗീകരിച്ചു, പാസാക്കി. പക്ഷെ അതിനെ എതിർക്കാനും ചിലരുണ്ടേ. കഴിവും ആത്മാർത്ഥയും വെച്ച് നോക്കുമ്പോ കുഞ്ഞാലിക്കുട്ടി മാഷ് തന്നെയാണല്ലോ അതിനർഹൻ. അത് തന്നെയാണ് നമ്മുടെ അഭിപ്രായം. കൺഗ്രാചുലേഷൻസ്, എനിക്ക് സന്തോഷമായി. ആഹാ, വന്നല്ലോ. അലിയാർ മാഷിനെ കുറിച്ച് പറയായിരുന്നു ഞങ്ങളിവിടെ. എന്നെ പറ്റി പറയുമ്പോ പൊട്ടിച്ചിരിക്കാൻ ഞാൻ എന്താ സർക്കസ് പെർഫോണോ? മാഷെ, ഞാൻ തന്നെ താൻ പുകഴ്ത്തി പറയുന്നത് മഹാവൃത്തികെട്ട സ്വഭാവമാണ്. പ്യൂണേ, എന്താ മാഷെ ബാപ്പായെ കയറി ബാപ്പുട്ടിക്കാന്ന് വിളിക്കരുത്. കേവലം ഒരു പിയൂണിന്റെ വളിച്ച തമാശ കേട്ട് ചിരിക്കുന്ന അധ്യാപകരുടെ നിലവാര തകർച്ച. ചിരിക്കണ്ട, എല്ലാവരും കണ്ടോ? ഡൽഹിയിലെ ഭാരതോത്സവത്തെ പോലും വെല്ലുന്ന പ്രകടനങ്ങൾ അടുത്ത യുവജനോത്സവത്തിന് എന്റെ കുട്ടികൾ കാഴ്ചവെക്കും. അത് വാർത്താ മാധ്യമങ്ങളുടെ മുൻ പേജിൽ സ്ഥാനം പിടിക്കും. അലിയാർ എന്ന ദ്രോണാചാര്യർ
അതുവരെ ഈ ആചാര്യന് ഉറക്കമില്ല. 1, 2, 3, 4. കാലങ്ങൾ പുരോഗമിച്ചിട്ടും പരിഷ്കാരങ്ങൾ തൊട്ടു നീണ്ടിയിട്ടില്ലാത്ത ചില മാഷേ Stop. ജോലി ചെയ്യാൻ സമ്മതിക്കില്ല. പക്ഷേ ഈ ശബ്ദം കാരണം എനിക്ക് പഠിപ്പിക്കാൻ കഴിയുന്നില്ല. ശാകുന്തളോ നളകരുതോ അല്ല പഠിപ്പിക്കുന്നത്. ഞാൻ പഠിപ്പിക്കുന്ന ബാൻഡാ. ഒച്ചയും ബഹളവും ഒക്കെ ഉണ്ടാവും. കേക്കട്ടെ, എല്ലാവരും കേക്കട്ടെ. എന്റെ ഡിപ്പാർട്ട്മെന്റ് ചലനമറ്റ് കിടക്കുകയാണെന്നാണല്ലോ പരാതി. പരാതി മാറട്ടെ. ഞാൻ കംപ്ലൈന്റ് ചെയ്യും. പോയി ചെയ്. എനിക്കുണ്ട് പറയാൻ. ചക്രം മുടക്കി ഹാജിയാര് മുറികൾ കെട്ടിയിട്ടിരിക്കുന്നതേ പിള്ളേരെ പഠിപ്പിക്കാനാ. അല്ലാതെ പിള്ളേരെ മരത്തിന്റെ മൂട്ടി കൊണ്ടുവച്ചല്ലേ പഠിപ്പിക്കേണ്ടത്. ഇയാടെ ഓരോ പരിഷ്കാരങ്ങൾ. ഇതെന്തുവാ ശാന്തിനികേതനോ? കുട്ടികളുടെ തലേ കാക്ക തൂറി അതിന് ഉത്തരം മാഷ് പറയേണ്ടി വരും. മാഷെ ഞാൻ വീണ്ടും പറയുകയാണ്, ആചാര്യ അറിയിച്ചാൽ രൂക്ഷമായ പ്രത്യാഘാതം ഉണ്ടാവും. കമാൺ പ്ലേ. മാഷേ അല്ലോ പേപ്പട്ടി. മാഷേ ഇത് ഞാനാ. ഉണക്കച്ചുള്ളിയാണെങ്കിലും നല്ല ബലമാണല്ലോടോ. എന്തുവാടോ? കുഞ്ഞാലിക്കുട്ടി മാഷോടല്ലേ മാഷ് താമസിക്കുന്നത്? അലിയാര് മാഷ കൂടെയാണ് കുഞ്ഞാലിക്കുട്ടി മാഷ് താമസിക്കുന്നത്. മാഷെങ്കിലും എന്നെ ഒന്ന് വിശ്വസിക്കണം. എനിക്ക് ആള് തെറ്റിയിട്ടില്ല. അവൻ തന്നെയാ നാളികേരം ഉടച്ചത്. ആ പെങ്കൊച്ചിന് ആള് തെറ്റിയത്. എടോ കുറുപ്പന്മാരുടെ കയ്യിൽ നിന്ന് കിട്ടിയത് പോരേത് എനിക്ക്. ഇനി ആ ഹാജിയരുടെ കയ്യിൽ നിന്ന് കൂടി കിട്ടണമായിരിക്കും. അതും കൂടി താങ്ങാനുള്ള ആരോഗ്യം തന്റെ ശരീരത്തിനില്ല. എന്റെ പൊന്നു മാഷെ, ഞാൻ പറയുന്നത് സത്യമാണ്. ഓക്രിത്തരം പറഞ്ഞു. ഒരു ഇസ്ലാം എന്തിനാണോ ഹിന്ദുക്കളുടെ ക്ഷേത്രത്തിൽ കയറുന്നത്? എന്തിനാണോ കയറുന്നത്? ഇതാണ് എല്ലാവരുടെയും ചോദ്യം. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. ശ്രീകോവിന് മുമ്പിൽ നിന്നവൻ സ്വത്രം ചെല്ലുന്നത് ഇങ്ങനെ സസ്തികസ്തം വിരൂപാശം. നേരെ ചൊവ്വേ ഖുറാൻ വായിക്കാൻ അറിയില്ല അവന്. പിന്നെ ആ ഭഗവതി സ്തോത്രം ചൊല്ലുന്നു. ഇപ്പൊ പറഞ്ഞത് സത്യം. ഖുറാൻ വായിക്കാൻ അറിയില്ല മാഷെ. അവൻ ഇസ്ലാമേ അല്ല. അതെ മാഷെ, എനിക്ക് ബലമായ സംശയമുണ്ട്. ഓടോ, അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. എനിക്ക് സംശയമുണ്ടോ? ഉണ്ട്, ഉറപ്പാ. എന്നാ എനിക്കും ഉണ്ട്. എന്നാൽ ഇനി ഒന്നും ആലോചിക്കാനില്ല. അവന്റെ തലീറ ഇന്ന് പുറത്താവും. മാഷ് പോയി ഹാജിയാരോട് പറ. എന്താ മാഷ ഇങ്ങനെ ഓടുന്നത്? ഹാജിയാർ എവിടെ? ഓഫീസിലുണ്ട്. എന്താ കാര്യം? ഹാജിയാർ എവിടെ? ഓഫീസിലുണ്ട്. എന്താ കാര്യം? അതെ, അരിയാരെന്തിനാ ഓടുന്നേ? ചതിച്ചു ഹാജിയാരെ, ചതിച്ചു. എന്താ? ആ കുഞ്ഞാലിക്കുട്ടി ഇസ്ലാം വേഷം കെട്ടി വന്നിരിക്കുക. അവ ഇസ്ലാമേ അല്ല, ഹിന്ദുവാ. എന്താ മാഷേ? ഒന്ന് ഉറക്കട്ടെ. ഇത് സത്യമാണോ ഒന്നുകൂടെ ഉറക്കട്ടെ, എന്നിട്ട് മതി ഹാജിയാരെ അറിയിക്കുന്നത്. നീ വിഷമിക്കാതിരി, ഇക്കാര്യം ഞാൻ ഏറ്റു. കുറുപ്പന്മാരും ഹാജിയാരും പിന്നെ ഞാനും നീയും ഉൾപ്പെടുന്ന ഈ നാട്ടുകാര് മുഴുവൻ ചേർന്ന് ആട്ടിച്ചവന്റെ അസ്ഥി ഇളക്കുന്നത് ഈ മലപ്പുറം കാണും. ഇല്ലെങ്കിൽ ആ മുട്ടയടിച്ചടക്കും. ഞാനും മുട്ട അടിക്കേണ്ടി വരുമോ? പോടാ. വരട്ടെ. നമസ്കാരം മാഷേ. ഇങ്ങോട്ടാ, ഇവിടെ അടുത്ത് വരെ. മാഷേ, അല്ല മാഷ് പോയില്ലേ? എവിടെ? നാട്ടില്. ഇവിടെ നിൽക്കാൻ പേടി തോന്നുന്നില്ലേ? പേടിയോ? എന്തിന്? ദേവപ്രശ്നം, ആൽമരം, പിന്നെ 101 അടി. പോയോ? ഇവിടെ കുട്ടിക്ക് എന്തിന്റെ തോക്കേടാ? ഇത് വലിയ കഷ്ടമായല്ലോ. മനുഷ്യന് വഴി നടക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ ഞാൻ ആൾക്കാരെ വിളിച്ചു കൂട്ടും. മാന്യനായ ഒരു ചെറുപ്പക്കാരനെ വഴി പിടിച്ചു നിർത്തി ശല്യപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അതിന് നാണക്കേട് എനിക്കല്ല, കുട്ടിക്കാ. പറഞ്ഞേക്കാം. ശരി, ഞാൻ ശല്യപ്പെടുത്തുന്നില്ല. മാഷ് പറ, എന്തിനാ ഞങ്ങളുടെ അമ്പലത്തിൽ കയറിയത്? എനിക്ക് ഇഷ്ടമുണ്ടായി. പോയി കേസ് കൊടു. കേസൊന്നും കൊടുക്കില്ല. പോയി ഏട്ടന്മാരോട് പറയും. പോയി പറ, വേഗം പോയി പറ. ഞാൻ നല്ലവനാണെങ്കിൽ വളരെ നല്ലവനാ, അല്ലെങ്കിൽ മഹാ ചെറ്റയാ. പറഞ്ഞേക്കാം. കുറെ ഏട്ടന്മാരും ദേവപ്രശ്നം. എനിക്കുമുണ്ട് ഇവിടെ ആൾക്കാർ.
ആര് ഹാജിയാരോ? അതെ, ഹാജിയാരി തന്നെ. ഈ ഷെർഷയുടെ ഭരണകാലത്ത് നടന്ന പല ഭരണ പരിഷ്കാരങ്ങളും വാസ്തവത്തിൽ മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ കാലത്ത് തന്നെ തുടങ്ങി വെച്ചതാണ്. മുഗൾ ഭരണത്തിന്റെ സുവർണ്ണ കാലമെന്ന് ഈ കാലഘട്ടത്തെ വിശേഷിപ്പിക്കാമെന്ന് ആ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച ചൈനീസ് ചരിത്രകാരനായ ഹുവാൻ ഹുയ് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. എന്താ? ഹുവാൻ ഹു. താഴ്ന്ന ക്ലാസ്സുകളിൽ കുട്ടി പഠിച്ച ചരിത്രകാരന്മാരിൽ നിന്ന് തികച്ചും വ്യത്യസ്തനാണ് ഈ മഹാൻ. BC 200-ാം ആണ്ട് അവസാനം ചന്ദ്രഗുപ്ത മൗര്യൻ ഡച്ചുകാരുമായി ഉണ്ടാക്കിയ ഡച്ച് കരാർ തെറ്റിച്ചുകൊണ്ടാണല്ലോ പ്രസിദ്ധമായ ഡച്ച് യുദ്ധം ഉണ്ടായത്. അതൊക്കെ കുട്ടിക്ക് അറിയാവുന്ന കാര്യങ്ങളാണല്ലോ. നിർത്തടോ. അലിയാരി മാഷ് അപ്പൊ വന്നു. ഈ കുട്ടി മനസ്സിലായില്ലേ? അന്ന് നമ്മുടെ കുറുപ്പത്ത് വീട്ടിലെ ഗൗരിക്കുട്ടി എന്നോട് ഇന്ത്യ ചരിത്രത്തിലെ ചില സംശയങ്ങൾ ചോദിക്കായിരുന്നു. കുട്ടി ഇത് അലിയാരി മാസ്റ്റർ ഡ്രില്ല്. എനിക്കൊരു സംശയം തീർക്കാനുണ്ട്. കുട്ടി, തേങ്ങ ഈ ക്ഷേത്രത്തിൽ ബസ് വന്നു. സംശയങ്ങളൊക്കെ നമുക്ക് പിന്നെ ക്ഷേത്രത്തിലെ എടോ 2 ടിക്കറ്റ് എവിടേക്കെങ്കിലും. ഒന്നവന്റെ വാപ്പാക്കായിരിക്കും. തേങ്ങ ഉണ്ടല്ലോ, തേങ്ങ. അത് ഈ ഹിന്ദുക്കളുടെ ക്ഷേത്രത്തിലെ തേങ്ങ അടിച്ചതിനെ പറ്റി. അല്ല, അടുത്ത ബസ്സിൽ പോവാം. കുട്ടി നിൽക്കൂ. കുട്ടി, ദേ, ഇയാൾക്ക് തലയ്ക്ക് എനിക്ക് പറ്റുന്നില്ല. ഞാനൊരു സംശയം ചോദിച്ചെടുക്കാൻ വേണ്ടാണ്. കുട്ടി, അവരൊക്കെ എത്തി. സാറേ വേവാ. മാഷേ, മാഷെ ഒന്ന് നിന്നേ. ഇയാള് എങ്ങോട്ടാ ഓടുന്നത്? വയറിന് സുഖമില്ല. മാഷേ ഒന്ന് നിൽക്കാൻ. മാഷേ ഒന്ന് നിന്നേ. മാഷേ, ജോജി. എല്ലാം പറഞ്ഞെന്നാ തോന്നുന്നു. അവിടെ നിന്നില്ലേ? എല്ലാരെയും പറ്റിക്കുന്നല്ലേ, എന്നെ പറ്റിക്കാന്ന് വിചാരിക്കണ്ട. എവിടൊക്കെയാണ് അന്വേഷിച്ചു? ആരാ വന്നിരിക്കുന്നേ? അവര് നാട്ടില് എല്ലാം എന്നോട് പറഞ്ഞു. അവര് പറയുന്നൊന്നും വിശ്വസിക്കരുത്. കയ്യോടെ പിടിച്ചോണ്ട് ചെല്ലാൻ എന്നോട് പറഞ്ഞു. അലിയാരെ, ഞാനെല്ലാം തുറന്നു പറയാം. തുറന്നു പറയാനോ? ഈ മാഷ എന്തൊക്കെയാ പറയുന്നേ? മാഷ കാണാൻ നാട്ടിൽ നിന്ന് ഒരാള് വന്നിരിക്കുന്നെന്ന്. ആര്? ഏതോ ഒരു ജോജി. ജോജിയാ? അതെ, ജോനകപ്പറമ്പിൽ ജിതേന്ദ്ര വർമ്മ. അതാണ് എന്റെ മുഴുവൻ പേര്. വർമ്മയാണോ? എന്നെ കണ്ടാ വർമ്മയാണെന്ന് തോന്നൂലേ? കൊള്ളാം. ഒരു തറവാടിക്കും മറ്റൊരു തറവാടിയെ കണ്ടറിഞ്ഞൂടെ? ശരിയാ, മാഷ കണ്ടാലേ അറിയാം ഒരു തറ. വാടിയാണെന്ന് കേട്ടോ മാഷെ. ഈ കുഞ്ഞാലിക്കുട്ടി ഞാനും ചെറുപ്പത്തിലേ ഉറ്റ ചങ്ങാതിമാരാ. ജീവിതം വഴിമുട്ടിയ ഒരു ഘട്ടത്തിൽ ഞാൻ ബോംബെക്ക് നാട് വിട്ടു. അവന് പിന്നെ ഇതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ. കോയാ മനസ്സിൽ കുഞ്ഞാലിക്കുട്ടിക്ക് മാഷുപണി എന്നൊക്കെ പറയുന്നത് വെറും ഒരു നേരം പോക്കാ. അല്ലേ അല്ല, അങ്ങനൊരു ഭാവമേ മാഷിനില്ല. ആത്മാർത്ഥത, അച്ചടക്കം, പ്രവർത്തനശേഷി, എളിമ, ഇതൊക്കെ കുഞ്ഞാലിക്കുട്ടി മാഷെ കണ്ടുപിടിക്കണം. അതിനൊക്കെ ക്ലാസ് കൊടുത്തിട്ടല്ലേ ഞാൻ അവനെ ഇങ്ങോട്ട് വിട്ടത്. ജോജി വളരെ നേരത്തെ ബോംബെക്ക് നാട് വിട്ടെന്നല്ലേ പറഞ്ഞത്? അതെ, പക്ഷേ ഇനി എന്നെങ്കിലും ഒരു മാഷായിട്ട് ജോലി കിട്ടുന്ന കാലത്ത് ഇന്ന വിധത്തിലൊക്കെ പെരുമാറണമെന്ന് ഞാൻ അവന് നേരത്തെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അവനോട് നല്ല പേരല്ലേ? പിന്നെ കുഞ്ഞാലിക്കുട്ടി മാഷ് എന്ന് പറഞ്ഞാൽ ജീവനാ ഹാജിയാർക്ക്. വന്നല്ലോ മാഷ്. കുഞ്ഞാലിക്കുട്ടി, നീ അങ്ങ് വളർന്ന് വലിയ മാഷായി പോയല്ലേ. നീ എന്താ കുന്തം വിഴിഞ്ഞ പോലെ നിൽക്കുന്നത്? ഇത് ഞാനാടാ, ജോജി. ജോനകപ്പറമ്പിൽ ജിതേന്ദ്ര വർമ്മ. വർമ്മ. ഇപ്പൊ എനിക്ക് എല്ലാം ഓർമ്മ വരുന്നു. പഴയതൊന്നും മറക്കല്ലേ. എന്തൊരു സ്നേഹ. നീ അങ്ങ് വലുതായി പോയല്ലോ. ഓ, ഇത് ഹെഡ് മാസ്റ്റർ, ഇത് ഡ്രിൽ മാസ്റ്റർ. എന്റെ പേര് അലിയ. വലൈക്കും അസ്സലാം. നമുക്ക് വീട്ടിലോട്ട് പോവാം. അതെ, പേരെന്താ പറഞ്ഞേ? ജോനകപ്പറമ്പിൽ ജിതേന്ദ്ര വർമ്മ.
എന്റെ നന്മയ്ക്ക് വേണ്ടി ബാപ്പ വെച്ച് നീട്ടിയതെല്ലാം ഞാനായിട്ട് തട്ടിത്തെറിപ്പിച്ചു. സ്വന്തമായിട്ടെടുത്ത തീരുമാനങ്ങൾക്ക് അല്പം പിഴവ് പറ്റിയപ്പോ ഞാൻ ആകെ തകർന്നു പോയി ജോജി. ആഗ്രഹിച്ചതെല്ലാം നേടിയെടുക്കാനുള്ള വെമ്പലായിരുന്നു മനസ്സ് മുഴുവൻ. ജാഫർ ഖാന്റെ ആൾക്കാർ സ്റ്റേഷനിൽ സ്വീകരിക്കാൻ വന്നപ്പോ ചതിക്കുഴിയിലേക്കാണ് കൊണ്ടുപോകുന്നതെന്ന് മനസ്സിലായില്ല. സ്റ്റാർ ഹോട്ടലിലെ താമസം, മുന്തിയ തരം ഭക്ഷണം എല്ലാം പണം തട്ടിയെടുക്കാനുള്ള പ്രഹസനങ്ങൾ മാത്രമായിരുന്നു. എന്തോ ചില പേപ്പറുകളിൽ ഒപ്പിടിക്കാനുണ്ടെന്ന് പറഞ്ഞാണ് അവരെന്നെ ഹോട്ടലിൽ നിന്നും കൂട്ടിക്കൊണ്ടുപോയത്. പിന്നീട് എവിടെ വെച്ചാ എപ്പോഴാ അവരപ്രത്യക്ഷരായതെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. പോലീസിൽ പരാതിപ്പെടാമായിരുന്നില്ലേ നിനക്ക്? ഭാര്യയുടെ കെട്ടുതാലി വരെ പണയപ്പെടുത്തി ബോംബെയിലെത്തിയ അനേകരുടെ കഥകൾ. അതായിരുന്നു പോലീസുകാർക്ക് പോലും പറയാനുണ്ടായിരുന്ന മറുപടി. ഭക്ഷണം പോലും കഴിക്കാൻ കഴിയാതെ 3-4 ദിവസം ഞാൻ അലഞ്ഞു നടന്നു. എങ്ങനെയെങ്കിലും ജാഫർ ഖാനെ കണ്ടെത്തണമെന്ന വാശിയായിരുന്നു മനസ്സ് മുഴുവൻ. കുറ്റബോധത്തിൽ നിന്ന് ഉടലെടുത്ത് അടങ്ങാത്ത പക. ബോംബെയിലെ തെരുവുകളിലും ഹോട്ടലുകളിലും ഒക്കെ അവനെ ഞാൻ തിരഞ്ഞു. ഒടുവിൽ പുതിയൊരു ഇരയെ കൊടുക്കാനുള്ള ശ്രമത്തിനിടയിൽ ജാഫർ ഖാനെ ഞാൻ കണ്ടെത്തി. എല്ലാവരുടെയും വിസ ശരിയായിട്ടുണ്ട്. എമൗണ്ട് എല്ലാം റെഡിയാണല്ലോ. പറഞ്ഞ എമൗണ്ട് ഉണ്ട് സാർ. അവർ 20 പേര് റെഡിയായി നിൽക്കുക. നാളത്തെ ഫ്ലൈറ്റിൽ പൊന്നിട്ടില്ലെങ്കിൽ പിന്നെ എനിക്ക് നാട്ടിൽ ചെല്ലാൻ പറ്റില്ല. ഖബറാവുമത്. നിങ്ങൾ ധൈര്യമായിട്ട് പൊയ്ക്കോളി. നാളെ നേരം പുലർന്നാൽ ബോംബെ എയർപോർട്ടിൽ നിന്ന് ഗൾഫ് എയറിന് ഫ്ലൈറ്റ് പറന്നാൽ അവരെല്ലാവരും അതിലുണ്ടാവും. ജരൂർ. താങ്ക് യു സാർ. ഓക്കെ. വരട്ടെ. ഇനി വൈകിയാൽ പ്രശ്നമാണ്. നാളെ അവർ യാത്രയ്ക്ക് തയ്യാറായി വരുമ്പോൾ നമ്മൾ ഈ ബോംബെയോട് ഗുഡ് ബൈ പറഞ്ഞിരിക്കും. ഇവിടെ നമുക്കുള്ള സർവ്വ ബാങ്ക് അക്കൗണ്ടുകളും 4 ദിവസത്തിനകം പോലീസ് മരവിപ്പിക്കുമെന്നാണ് അറിയുന്നത്. അതുകൊണ്ട് എല്ലാ ബാങ്കുകളിൽ നിന്നും അക്കൗണ്ട് വിഡ്രോ ചെയ്തു. 8 കോടി രൂപയ്ക്കുള്ള ഡ്രാഫ്റ്റും ഡോക്യുമെന്റ്സും ഇതിനകത്തുണ്ട്. കസ്റ്റംസ് അധികാരികളുടെ കണ്ണ് വെട്ടിച്ച് വേണം നമുക്കിത് കൊണ്ടുപോകാൻ. ബി കെയർഫുൾ. നഷ്ടപ്പെട്ടാൽ ഒരിക്കലും തിരിച്ചു കിട്ടാത്ത സൗഭാഗ്യങ്ങളാണ് ഇതൊക്കെ. ഇതിവിടെ വെക്കണ്ട. इधर भी रेड हो सकता है. ये आपके साथ ले जाओ. അപ്പോ എല്ലാം പറഞ്ഞ പോലെ നാളെ എയർപോർട്ടിൽ വെച്ച് കാണാം. ഖുദാ ഹാഫിസ്.
ആ